നമസ്കാരം. ഒരുപാട് ഹിസ്റ്ററിയുള്ള ബർബൺ എന്തൂസിയാസ്റ്റുകളുടെയും കളക്ടേഴ്സിന്റെ ഇടയ്ക്ക് ജിന്നായിട്ടുള്ള ഒരു ഐറ്റം, അതിന്റെ ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾഡ് ഫിറ്റ്സ്ജെറാൾഡ്. ജോൺ ഫിറ്റ്സ്ജെറാൾഡ് എന്ന് പറഞ്ഞ ആള് 1870 ഇത് ആദ്യം ഉണ്ടാക്കി തുടങ്ങിയത്. അന്ന് എക്സ്ക്ലൂസീവായിട്ട് വലിയ വലിയ ക്ലബ്ബുകൾക്കും റെയില്, സ്റ്റീംഷിപ്പ് ലൈന് അവർക്കൊക്കെ മാത്രമേ സപ്ലൈ ഉള്ളായിരുന്നു. ഒരു 1900 കൂടി നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്കും കിട്ടി തുടങ്ങി. അമേരിക്കയിലെ പ്രൊഹിബിഷൻ ടൈം സർവേ ചെയ്ത ചുരുക്കം ചില ബ്രാൻഡുകളിലൊന്നാണ് ഇവൻ. അന്ന് ഗവൺമെന്റിന്റെ സൂപ്പർവിഷനോടുകൂടി മെഡിക്കൽ പർപ്പസിന് ഇത് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പ്രൊവിഷനൊക്കെ കഴിഞ്ഞപ്പം ഇത് പാപ്പീസ് വാൻവിംഗിൾ ഏറ്റെടുത്തു. പാപ്പീസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബർബണിലുള്ള രാജാവാണ്. ഹൈ പ്രൈസ് ഉള്ള, ഹൈ ഡിമാൻഡുള്ള, കിട്ടാനില്ലാത്തൊരു ഐറ്റം. ഈ പാപ്പീസിന്റെയും ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, യൂഷ്വൽ ബർബണിൽ റൈ ആണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം ഇതിനകത്ത് നല്ല % ഗോതമ്പാണ് ഉപയോഗിക്കുന്നത്. ഫിറ്റ്സ്ജെറാൾഡും പാപ്പീസ് പോലെ തന്നെ ലിമിറ്റഡ് സപ്ലൈ ആണ്. വർഷത്തിൽ മൊത്തം 2 ബാച്ചേ ആകെ ഉള്ളൂ. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന ജിന്ന് ഈ 7 വർഷമുള്ള ആളല്ല, ഇവന്റെ കുറെ ചേട്ടന്മാരുണ്ട്. 8, 9, 10, 11, 12 അങ്ങനെ ഒരുപാട്. അതൊക്കെ വരുന്നത് ഒരു കിട്ടിലൻ ഡീകാൻഡറിലാണ്. ആ കുപ്പിക്ക് കൊടുക്കണം കാശ്. അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ ഡീകാൻഡർ സീരീസ് എന്ന് വിളിക്കാറുണ്ട്. ഇവൻ ഈ കഴിഞ്ഞ മാസം ജൂണിൽ ഇറങ്ങിയതാണ് പുതിയ ഐറ്റം. ഇവൻ പക്ഷേ ലിമിറ്റഡ് ഒന്നുമല്ല, വർഷത്തിൽ എല്ലാ സമയത്തും കിട്ടും എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ പക്ഷേ ഇവർ പാപ്പിയുടെ കൂടെ അല്ല, ഹെവൻ ഹിൽ ഡിസ്റ്റിലറിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇതിന്റെ റീറ്റെയിൽ പ്രൈസ് വെറും $60. പക്ഷേ കടയിലൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടും ജിന്നിന്റെ കുഞ്ഞായതുകൊണ്ടും തന്നെ ഇതിന് എനിക്ക് $100 ഇപ്പം കൊടുക്കേണ്ടി വന്നു. അപ്പോൾ പിന്നെ ശരിക്കുള്ള ജിന്നിന്റെ വില ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളെ കൊണ്ട് താങ്ങൂല. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ചിയേഴ്സ്.